എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സാദര നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മുൻകാല വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലായ വസുദൈവ കുടുംബകം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിലേക്ക്, ഡൽഹി വഴി ഉത്തർപ്രദേശിലേക്ക് ഒരു യാത്ര വരികയായിരുന്നു. ആ വരുന്ന വഴിക്കാണ് വളരെ വിഷമകരമായ ഒരു കാഴ്ച കാണാനിടയായത്. ആ ഒരു വീഡിയോസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മുൻകൂട്ടി പ്ലാൻ ചെയ്ത വീഡിയോ ഒന്നുമല്ല. ഇപ്പോൾ ഞാൻ ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹി വഴി ഹരിയാനയിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ വരുന്ന വഴിക്ക് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം. വളരെ ക്ലാരിറ്റി കുറവാണ്, കാരണം മുൻകൂട്ടി പ്ലാൻ ചെയ്ത വീഡിയോ ഒന്നും അല്ലാത്തതുകൊണ്ട്. കാരണം നല്ല വിഷമം തോന്നിയൊരു കാഴ്ചയാണ്. നമുക്കൊക്കെ അറിയാം നമ്മുടെ ഭാരതത്തിലെ പ്രമുഖ നദികളിലെ പ്രധാന 7 നദികളെക്കുറിച്ച്. അത് ഒന്ന് ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി. ഈ 7 നദികളിലെ പ്രധാന ഒരു നദിയാണ് യമുന നദി. ഈ യമുന നദിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. യമുന നദിയെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. കാരണം സൂര്യഭഗവാന്റെയും സഞ്ജനയുടെയും ഇരട്ട സന്ധ്യകളിലെ ഇളയപുത്രിയായ യായി എന്നറിയപ്പെടുന്ന യമുന നദി നമ്മുടെ ദേവഭൂമിയായ ഉത്തരാഖണ്ഡിലെ ഹിമാലയത്തിലെ യമുനോത്രിയിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമാചൽ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന യമുന നദി ബ്രജ് മണ്ഡലത്തിലെത്തുമ്പോൾ അവിടെ എത്തിച്ചേർന്ന് പ്രയാഗിൽ ഗംഗാദേവിയുമായി ചേരുന്നു. അപ്പം അതുപോലെയാണ് ഗംഗാദേവി എന്ന് പറയുമ്പോൾ മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തിൻ്റെ മാതാവാണ്. നമുക്കറിയാം ഭീഷ്മർ, അല്ലെങ്കിൽ ദേവവ്രതൻ, അല്ലെങ്കിൽ ഗംഗാദത്തൻ. ഗംഗാദത്തൻ എന്ന് പറയുമ്പോൾ ഗംഗയുടെ പുത്രൻ. അപ്പം ഈ പേരുകൾ അറിയപ്പെടുന്ന ഭീഷ്മർ. അതുപോലെ ഹസ്തിനപുരിയുടെ രാജാവായിരുന്നു ശന്തനു മഹാരാജാവിൻ്റെ ആദ്യ ഭാര്യയാണ് ഗംഗാദേവി. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മഹാഭാരതത്തിലെ യമുനാ നദിയെ കുറിച്ച് പറയുന്നത് കാളിന്തി എന്നാണ്. മഹാഭാരതത്തിൽ യമുനാ നദിയുടെ പേര് കാളിന്തി എന്നാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് വിവാഹം കഴിഞ്ഞതായി തന്നെ പറയപ്പെടുന്നുണ്ട് കാളിന്തി, അല്ലെങ്കിൽ യമുന ദേവി. ഭഗവാന്റെ ജന്മസ്ഥലമായ മധുര യമുനാ തീരത്താണ്. അതുപോലെ അദ്ദേഹം ബാല്യകാലം ചെലവഴിച്ച വൃന്ദാവനവും അമ്പാടിയും ഒക്കെ നമ്മുടെ യമുനയുടെ തീരത്താണ്. ഭഗവാന്റെ എല്ലാ ലീലാവിലാസങ്ങൾക്കും ദൃക്സാക്ഷിയായിരുന്നു യമുന. ഭഗവാന് ഈ കാളിന്തി നദിയായിട്ടാണ് നമ്മുടെ മഹാഭാരതത്തിൽ യമുനയെ പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെ കാളിന്തി തീരത്താണ് ഭഗവാന്റെ എല്ലാ ലീലാവിലാസങ്ങളും, ഗോപികമാരോടൊത്തുള്ള ഈ ചേരയൊക്കെ കവർന്നതും, പിന്നെ അതുപോലെ നമ്മുടെ നമ്മൾ എപ്പോഴും പടങ്ങളിലൊക്കെ ഉണ്ട് കാളിയമർദ്ദനം. ഈ കാളിയമർദ്ദനം നടന്നതൊക്കെ യമുന നദിയിലാണ്. അതുപോലെ ഭഗവാനെ വസുദേവർ കംസൻ്റെ കാരാഗ്രഹത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് യമുന നദി രണ്ടായിട്ട് പിളർന്നാണ് വഴി ഒരുക്കി കൊടുക്കുന്നത്. അത് കൊട്ടയിൽ ചുമന്നുകൊണ്ട് വരുന്ന പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു വലിയ പ്രശസ്തിയാർജിച്ച വലിയൊരു തീർത്ഥമായി സങ്കല്പിക്കുന്ന ഒരു നദിയാണ് നമ്മുടെ യമുന നദി. നമ്മുടെ കാരണവർ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ തീർത്ഥജലം തരുമ്പോൾ ഈ 7 നദികളെ സങ്കല്പിച്ചാണ്, ഈ മന്ത്രം ചൊല്ലിയാണ് തീർത്ഥജലമൊക്കെ തരുന്നത്. ഗംഗേച്ച യമുനേച്ച ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലാസ്മിൻ സന്നിധം ഗുരു. ഇങ്ങനെ മന്ത്രം ചൊല്ലിയാണ് ഈ പണ്ട് കാരണവരൊക്കെ, അല്ലെങ്കിൽ പണ്ട് നമ്മുടെ തലമുറ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, കുളിക്കുന്നതിന് മുമ്പായിട്ട്, സ്നാനം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചാൽ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും എന്നുള്ള ഒരവസ്ഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ യമുനാ നദിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. വണ്ടി ഒന്ന് ജസ്റ്റ് ഒതുക്കിയിട്ട് യമുനാ നദിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞങ്ങളെ കാണിച്ചു തരാം. നമ്മൾ മനസ്സിൽ എത്രത്തോളം തീർത്ഥജലമായി കൊണ്ടുനടക്കുന്ന യമുനാ നദിയുടെ ഇപ്പോഴത്തെ ഒരു നിലവിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. മാലിന്യ കൂമ്പാരമാണ്, കണ്ടില്ലേ? നമ്മൾ തീർത്ഥജലമായി കൊണ്ടുനടക്കുന്ന യമുനയുടെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. അഴുക്ക് ചാൽ പോലെ തന്നെ. അഴുക്ക് ചാലിന് ഇതിനേക്കാളും വൃത്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത വിഷമമായി. നമ്മൾ എത്രത്തോളം ദേവീ സങ്കല്പത്തോടു കൂടി കാണുന്നൊരു നദിയാണ്. ആ നദിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ ഇവിടെ നിന്നും ഞങ്ങൾ വീണ്ടും ഇപ്പോൾ ഈ ഉത്തർപ്രദേശ് കഴിഞ്ഞ് ഉത്തർപ്രദേശിൻ്റെയും ഡൽഹിക്ക് അടുത്ത ഡൽഹിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഉത്തർപ്രദേശിനെ ഡൽഹിയെയും കുറുകെയുള്ള, അതായത് യമുന നദിക്ക് അക്കരെയാണ് ഡൽഹി, ഇക്കരെ ഉത്തർപ്രദേശാണ്. അതിനെ കുറുകെയുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യമുനയുടെ ഒരു തീരപ്രദേശമായി ഡൽഹിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
വരും കാലങ്ങളിൽ ഇതിപ്പം തൽക്കാലികമായ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. വരും കാലങ്ങളിൽ ഇത്തരം പ്രദേശങ്ങളിൽ പോയി നല്ല നല്ല വീഡിയോസ് എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഗംഗാനദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് യമുന. അത് എനിക്ക് തോന്നുന്നു 1370 കിലോമീറ്റർ നീളമുള്ള ഈ നദി ഗംഗയുടെ ഏറ്റവും നീളമേറിയ പോഷക നദികളിലൊന്നാണ്. അതുപോലെ നമ്മുടെ ലോകപ്രസിദ്ധമായ താജ്മഹലൊക്കെ സ്ഥിതി ചെയ്യുന്നത് യമുനാ നദിയുടെ തീരത്താണ്. അപ്പം അങ്ങനെ ഈ ഒരു യാത്രയിൽ വല്ലാത്ത വിഷമം തോന്നിയൊരു വീഡിയോ ആണ്, കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പം നമ്മൾ എന്താ പറയുക, ഉത്തർപ്രദേശ് കഴിഞ്ഞിട്ട് നമ്മുടെ ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭഗവാൻ ഭരിച്ചിരുന്ന മധുരയൊക്കെ ഉത്തർപ്രദേശിലാണ്. അതുപോലെ രാമായണത്തിൽ പറയുന്ന കോസല രാജ്യം, രാമൻ്റെ രാജ്യമൊക്കെ ഉത്തർപ്രദേശാണ്. നമുക്ക് മഹാഭാരതത്തെക്കുറിച്ചാണ് കൂടുതൽ പറയാൻ വീഡിയോസ് എടുക്കാൻ പോകുന്നത്. ഇനിയിപ്പം മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന പാണ്ഡവരുടെ രാജധാനിയായ ഇന്ദ്രപ്രസ്ഥ നഗരിയിലേക്ക് വീണ്ടും നമ്മൾ കടന്നിരിക്കുകയാണ്. ഒട്ടനവധി സ്ഥലങ്ങളിൽ പോകാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വീഡിയോസൊക്കെ എടുക്കണം. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ട് നമുക്ക് വേണം. കാരണം നിങ്ങൾ തന്നെ പരമാവധി ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഗ്ലാസ്സിനകത്തൊരു ചെറിയ മങ്ങലുണ്ടല്ലേ, അത് കാരണം മുൻകൂട്ടി പ്ലാൻ ചെയ്ത വീഡിയോസ് അല്ല, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ആ ഫോണോടെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്ത് സംസാരിച്ച് പോകുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ടും ലൈക്കും ഷെയറും ഒക്കെ വേണം, എന്നാലും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരുപാട് ഗ്രാമങ്ങളൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. ഗ്രാമങ്ങളിലൊക്കെ പോയി വീഡിയോസ് എടുക്കണമെങ്കിൽ ഭാഷ ഒരു അത്യാവശ്യ ഘടകമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പ്യുവറായിട്ട് ഒറിജിനൽ ഹിന്ദി സംസാരിക്കുന്നത് ഞാൻ നിൽക്കുന്ന പ്രദേശമായ ഹരിയാനയാണെന്ന് തോന്നുന്നു. ഹരിയാനയാണ് ജാട്ടുമാരെന്ന്, അവിടെ വേറൊരു ഭാഷയുണ്ട്, ജാട്ടെന്ന് പറയുന്നൊരു ഭാഷകളുമുണ്ട്. അവരുടെ ഒരു ഭാഷ കൂടിയാണ് ജാട്ട്. അപ്പം എല്ലാവരുടെയും കട്ട സപ്പോർട്ട്, നിങ്ങളുടെ പ്രചോദനം, നിങ്ങളുടെ കമൻറ്റുകൾ, വിലയേറിയ കമൻറ്റുകളൊക്കെ നമുക്ക് വേണം. എല്ലാവരുടെയും വിലയേറിയ കമൻറ്റുകളൊക്കെ ഇട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചതാൽ പരമാവധി ഞാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ്. അപ്പം എന്താ പറയുക, അപ്പം അടുത്തൊരു വീഡിയോ എടുക്കുന്നത് വരെ ഇപ്പോൾ എടുക്കുന്ന വീഡിയോസിൽ നിങ്ങൾ എത്രത്തോളം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താൽ മാത്രമേ അടുത്തൊരു വീഡിയോസ് എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.